പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നൊരു വിഷയം വസ്വാസാണ്. പിന്നെ എങ്ങനെ നിസ്കരിക്കുക, ഡ്രസ്സിലൊക്കെ നജസ്സാണ്, അതുപോലെ തന്നെ മൂത്രം ഇങ്ങനെ തുള്ളിയിട്ടുന്നുണ്ട്. വസ്വാസ് എന്നുള്ളത് വലിയ വിഷയമാണ്. രണ്ട് രൂപത്തിൽ വസ്വാസ് ഉണ്ടായിരിക്കും. ഇത് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. രണ്ട് രൂപത്തിലാണ് ആളുകൾക്ക് വസ്വാസ് വരാം. ഒന്നൊരു സാധാരണഗതിയിൽ പിന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വസ്വാസ്, പിന്നെ നിസ്കരിച്ചതിൽ റുക്കൂ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ തക്ബീർ കെട്ടിയത് ശരിയായിട്ടുണ്ടോ എന്നൊരു വസ്വാസ്, അല്ലെങ്കിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പിശാജിൻ്റെ വസ്വാസ് വരും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, നമസ്കാരത്തിൽ അങ്ങനെ വസ്വാസ് പിശാജ് കൊണ്ടുവന്നു തരും. ആ സമയത്ത് അവൻ എന്തു ചെയ്യണം? ഇടതുഭാഗത്തേക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് 3 തവണ അവൻ തുപ്പട്ടെ. ഇനി വസ്വാസിൻ്റെ വേറൊരു രൂപമുണ്ട്. ചില ആളുകളെ നമുക്ക് കാണാം, അവർ വുദൂ ചെയ്താൽ വുദൂ ചെയ്യും, പിന്നെയും വുദൂ ചെയ്യും, 2ഉം 3ഉം തവണയൊക്കെ വുദൂ ചെയ്യും. എന്നാലും അതങ്ങോട്ട് ശരിയായി എന്ന് അവർക്ക് തോന്നൂല. 4-5 തവണ വുദൂ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നിസ്കാരത്തിന് വന്ന് കൈ കെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, പിന്നെയും കൈ താത്തും, പിന്നെയും കൈ പൊക്കും. 2ഉം 3ഉം തവണ അവർ തക്ബീർ ചൊല്ലും. എന്നിട്ട് കൈ കെട്ടിയിട്ട് പിന്നെയും അവർക്കൊരു സംശയമാണ്, തക്ബീർ ശരിയായിട്ടുണ്ടോ? ആ തക്ബീർ ചൊല്ലുമ്പോൾ തന്നെയാണ് കൈ ഉയർത്തിയിട്ടുള്ളത്. ചില ആളുകൾ കുളിക്കുമ്പോൾ 1 മണിക്കൂറും 3/4 മണിക്കൂറും ഒക്കെ പിന്നെ ജനാബത്ത് കുളി, ആ കുളിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുളി ശരിയായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് സമയം ഇങ്ങനെ തള്ളി നീക്കും. ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞിട്ട് അത് 2ഉം 3ഉം തവണ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് വസ്വാസാണ്. അതിന് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടണം. അതിനുള്ളൊരു പരിഹാരം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ആ വസ്വാസ് വരുമ്പോൾ തന്നെ അതിനെ അവഗണിക്കുക. ഞാൻ വുളൂ ചെയ്യുമ്പോൾ ശരിയായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ ഒരു തോന്നൽ, ആ ഒരു വസ്വാസ്, അങ്ങനെയുള്ളൊരു പ്രശ്നം നമുക്കുണ്ട് എങ്കിൽ അതിനെ അവഗണിക്കണം. ഇനി അയാൾ ആ വസ്വാസുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വുളൂയിൽ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് വിഷയമില്ല. അയാളുടെ വുളൂയിൽ ആ വുളൂ ശരിയായിട്ടുണ്ടോ എന്ന് അയാൾക്ക് സംശയം വന്നു, ഒരു വസ്വാസുള്ള വ്യക്തിക്ക്, ആ വുളൂവിന് പ്രശ്നമുണ്ട് എങ്കിലും വസ്വാസുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഒരൊറ്റ തവണ വുളൂ ചെയ്യുക, ആ സംശയത്തെ മാറ്റി നിർത്തുക. ഒരു പ്രവർത്തനം, അങ്ങനെ ഒരു വസ്വാസിൻ്റെ ഒരു അസുഖം നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഒരു പ്രവർത്തനം ചെയ്തു, ഒരു നിസ്കരിച്ചു കഴിഞ്ഞു, നിസ്കാരം ശരിയായോ എന്നൊരു വസ്വാസ് വന്നു എങ്കിൽ ഒരിക്കലും ആ പ്രവർത്തനത്തിലേക്ക് അയാൾ മടങ്ങല്ല വേണ്ടത്, മറിച്ച് അതിനെ അവഗണിക്കുകയാണ് വസ്വാസുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ, അതുപോലെ ഏത് കാര്യങ്ങളിലും വേണ്ടത്. ഇവിടെ വസ്ത്രത്തിൽ നജസാകോ അല്ലെങ്കിൽ മൂത്രമാകോ എന്നിങ്ങനെ വസ്വാസ് വെച്ച് പിന്നെ നമസ്കാരം ഒഴിവാക്കുകയല്ല വേണ്ടത്, നമസ്കാരം ചെയ്യുക തന്നെ വേണം. ഒരാൾ പിന്നെ ഇത് ഡോക്ടർ ചികിത്സ നടത്തിയിട്ട് മൂത്രം അതൊരു സഞ്ചിയിലാക്കിയിട്ട് ആ രൂപത്തിലാണ് അയാളുടെ ട്രീറ്റ്മെൻറ്റ് എങ്കിൽ അത് കയ്യിൽ പിടിക്കുന്ന അല്ലെങ്കിൽ പുറത്തൊരു കവറിൽ പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാരണം പറഞ്ഞ് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. നമസ്കാരം